ഹായ് ഗായ്സ് വെൽക്കം ടു എജുഗ്ലു. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നീറ്റ് കൗൺസിലിംഗ് 10 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് യു മസ്റ്റ് ടേക്ക് എന്നാണ്. അപ്പോൾ വീഡിയോ പരമാവധി നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ച ഡൗട്ടും ഒക്കെ നമ്മളിതിൽ പറയുന്നുണ്ട്. കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് MCC ഒപ്പം ചെയ്യണോ, ഞാൻ കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉള്ളവരുണ്ട്. അപ്പോൾ അവർ എടുക്കേണ്ട ഒരു 10 ഡിസിഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നീറ്റ് 2026 MCC CE എല്ലാ കൗൺസിലിങ്ങിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, അതിൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് ചെയ്യണോ ഇല്ലേ, കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. ചിലർക്ക് ചോദിക്കുന്നത് എനിക്ക് 500+ സ്കോറുള്ളൂ, കട്ട് ഓഫ് അതിനെക്കാട്ടി ഉണ്ട്, അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ, ഇനി ചേർന്നാലും എനിക്ക് കിട്ടുമോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉള്ളവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യലും വേണ്ടാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ലക്കാണ് കുറേ കാര്യങ്ങൾ. കാരണം ചിലപ്പോൾ കുട്ടികൾ എല്ലാവരും കൗൺസിലിംഗ് നിങ്ങളുടെ പോലെ ചിന്തിക്കണവരുണ്ടെങ്കിലോ, ഇപ്പോൾ വിചാരിക്കുകയാണ് ഇത്രയല്ലേ സ്കോറുള്ളൂ, ഞാൻ കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല, അങ്ങനെ കുറേ ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ചിലപ്പോൾ നമുക്ക് ലക്കിൽ കിട്ടിയെന്ന് വരാം. ലാസ്റ്റ് സ്ട്രേ റൗണ്ട് ഉണ്ട്, പക്ഷേ വിചാരിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നല്ല. കുറേ ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് ഉണ്ട്, നിങ്ങളുടെ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് കോട്ടയും അതേപോലെ ഓൾ ഇന്ത്യ കോട്ടയുണ്ട്. സ്റ്റേറ്റ് കോട്ട ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം 85% നമുക്ക് ചാൻസ് ഉണ്ട് സ്റ്റേറ്റ് കോട്ടയിൽ, പക്ഷേ ഓൾ ഇന്ത്യ കോട്ട ആകുമ്പോൾ 50% ഉള്ളൂ. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കോർ കുറവാണെങ്കിലും പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കി. കുറവായിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ നിങ്ങൾ കൊടുത്ത ക്യാഷ് അതേപോലെ റീഫണ്ട് കിട്ടുമല്ലോ. നിങ്ങൾ ആ രജിസ്ട്രേഷൻ ഫീ മാത്രമേ, നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ മാത്രമേ നിങ്ങൾക്ക് എന്താവുള്ളൂ കിട്ടാതിരിക്കുള്ളൂ, മറ്റേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ പരമാവധി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ MBBS BDS മാത്രമല്ല, അതിന് ശേഷം BSc നഴ്സിംഗ് ഒക്കെ ഈ ഒരു കൗൺസിലിങ്ങിന് വരുന്നത്. അത് കഴിഞ്ഞാൽ ആയുഷിൻ്റെ കൗൺസിലിംഗ് ഉണ്ട്, VCI ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ MBBS BDS മാത്രമായിട്ടല്ല. അപ്പോൾ പരമാവധി കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക എന്ന് തന്നെ പറയാം. ബാക്കി നിങ്ങളുടെ തീരുമാനം പോലെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുക. ഓക്കെ, രണ്ടാമത് AIQ മാത്രം മതിയോ അതോ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും പങ്കെടുക്കണം? കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ്. എന്താ പറയുക, ഓൾ ഇന്ത്യ മാത്രം കൊടുത്തിട്ടാൽ പോലെ, ഓൾ ഇന്ത്യ വഴി എനിക്ക് കിട്ടില്ല, അപ്പോൾ ഞാൻ സ്റ്റേറ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റിലാവുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് 85% നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് 15% ഉള്ളൂ. ആ 15% എല്ലാ സ്റ്റേറ്റിലത്തെ കുട്ടികൾക്കും കൂടിയിട്ടാണ്. ആ 15% എല്ലാ സ്റ്റേറ്റിലത്തെ കുട്ടികളും നിങ്ങളും പെടണം. അപ്പോൾ ഒരു കുറച്ച് എന്താ പറയുക ചാൻസ് കുറവാണ്. പക്ഷേ കേരളത്തിലാവുമ്പോൾ കേരളത്തിലത്തെ എല്ലാ കുട്ടികളുടെ ഇടയിൽ നമ്മൾ 85% നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് എന്നുവെച്ചാൽ 2 കൗൺസിലിംഗിൽ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ചാൻസ് എവിടെയും നോക്കുക. അപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ ട്രെൻഡ് അതേപോലെ തന്നെ ഇയർ വരണമെന്നില്ല. ഇയർ വൈസ് നല്ല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് ഇയറിൽ ഈ സ്കോറിന് കയറിയില്ലല്ലോ, ലാസ്റ്റ് ഇയർ ഈ റാങ്കിന് കയറിയില്ല, അങ്ങനെ വിചാരിക്കരുത്. ഏകദേശം അലോട്ട്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞാലേ നമുക്ക് കയറൂലെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കറക്റ്റ് ഒരു കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഡിപ്പെൻഡഡ് ആണ്. ഓരോ ഇയർ ചിലപ്പോൾ ഒരു കുട്ടി വേണ്ടാന്ന് വെച്ചാൽ ആ വേറെ റാങ്ക് മുന്നോട്ട് കയറി വരും. ഓക്കെ, ആ ഒരു ഇതിലാണ്. അപ്പോൾ പരമാവധി എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഓൾ ഇന്ത്യ കോട്ട മാത്രം മതിയെങ്കിൽ അത് നോക്കുക. സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് നോക്കുക. 2 ഒപ്പം കൊണ്ടുപോകണമെങ്കിൽ ഒപ്പം നോക്കുക. 2 ഒപ്പം കൊണ്ടുപോകുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റുകളൊക്കെ നല്ല ശ്രദ്ധിക്കുക. കാരണം 2 ഒപ്പം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. രജിസ്ട്രേഷൻ്റെ ഡേറ്റ്, റിപ്പോർട്ടിംഗ് ഡേറ്റ്, ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ഡേറ്റ് ഒക്കെ 2നും സെപ്പറേറ്റ് ആണ്, 2നും ഒന്നല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത മൂന്നാമത് ഏത് കോഴ്സ് വരെ ചോയ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ MBBS മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്. അതിനുശേഷം എന്തൊക്കെയുണ്ട്, BDS ഉണ്ട്, ആയുഷ് ഉണ്ട്, VC ഉണ്ട്, കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ മുന്നേ തീരുമാനിച്ച് വെക്കുക. ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ചോയ്സ് ഫില്ല് ചെയ്തിട്ട് MBBSന് മാത്രം ഒരു കുട്ടി കൊടുത്തിട്ട്, പക്ഷേ കുട്ടിക്ക് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ആ കുട്ടി വിചാരിക്കുകയാണെന്ത് BDSനും കൊടുത്തിട്ടാൽ മതിയായിരുന്നു, അങ്ങനെ ഇരുന്നെങ്കിൽ കിട്ടിയിരുന്നല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരരുത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു ഡിസിഷൻ റെഡിയാക്കി വെക്കുക. നിങ്ങൾ ഏതൊക്കെ കോഴ്സിനാണ് ഇഷ്ടമുള്ള കോഴ്സ് മാത്രം കോഴ്സ് മാത്രം കൊടുക്കുക. ഇഷ്ടമില്ലാത്തടത്ത് കിട്ടിയിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സ് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ വെറുതെ അത് കൊടുത്തിട്ടുണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ്, നിങ്ങൾക്ക് BDS ഇഷ്ടമുള്ള ഒരു കുട്ടിയാണോ, അപ്പോൾ MBBSന് ശേഷം ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് എന്ത് കൊടുക്കുക, BDS കൊടുക്കുക. BSc നഴ്സിംഗ് ഇഷ്ടമുള്ള കുട്ടിയാണോ, അപ്പോൾ MBBSന് ശേഷം BDS ഇഷ്ടമല്ല, എന്നാൽ BSc നഴ്സിംഗ് കൊടുക്കുക. 2 ഇഷ്ടമാണ്, അപ്പോൾ BDSന് ശേഷം BSc നഴ്സിംഗ് കൊടുക്കുക. അത് കഴിഞ്ഞ് ആയുഷ് വരുന്നുണ്ട്, ആയുർവേദ, യുനാനി, സിദ്ധ, അങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കുക, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഞാൻ MBBS കിട്ടിയില്ല, എനിക്ക് ഇത്രയും ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്കോർ കുറവാണെങ്കിൽ തന്നെ കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഒരു ഇയർ, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് തന്നെ അറിയാം കൗൺസിലിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് തീരാണ്. ഇപ്പോൾ ഈ ഒരു ഇയർ MCC പറഞ്ഞിട്ടുള്ളത് September 8 ക്ലാസ് തുടങ്ങുന്ന. അതിൻ്റെ ഇടയിൽ എക്സ്റ്റൻഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിൽ September 8 ആണ്. September 8 വരെ നിങ്ങളുടെ 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് സ്ട്രേ നടക്കും. അതൊക്കെ കഴിഞ്ഞാൽ ഡേറ്റ് മന്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ പറയുക, ഇനി എന്താ ചെയ്യുക?
അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വരരുത്. അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു ബാക്കപ്പ് ഓപ്ഷൻ വെക്കുക. ഒന്നെങ്കിൽ കൗൺസിലിംഗ് വഴി തന്നെ BDS, BSc നഴ്സിംഗ്, ആയുഷ്, VCA കോഴ്സുകൾ നോക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബാക്കപ്പ് ഓപ്ഷൻ വെച്ചിട്ട് സ്കോർ കുറവായവർ എന്ത് ചെയ്യുക, കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, അത് അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയി പോകും. ലാസ്റ്റ് വെച്ചിട്ട് എവിടെയും കിട്ടാതെ ആവരുത്. കിട്ടിയിട്ട് പിന്നെ വേറെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അവർ പറയും ഇവിടെ ഓൾറെഡി ഫില്ലാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നം വരരുത്. അങ്ങനെ അറിയണവർ എന്താ പറയുക, അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം കൗൺസിലിങ്ങിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യും. പക്ഷേ എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല. അത് അവരുടെ പ്രശ്നമല്ല. അവർ വിചാരിച്ച്, കാരണം കഴിഞ്ഞ ഇയർ അവരുടെ സ്കോറിന് കയറിയിരിക്കണം, ആ ട്രെൻഡ് വെച്ചിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് അവരിരുന്ന്. അതുകൊണ്ട് പരമാവധി സ്കോർ കുറവുള്ളവരെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ പറയുക, ഒരു ബാക്കപ്പ് ഓപ്ഷൻ പോലെ എന്തെങ്കിലും വെച്ചിട്ട് കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അത് വിചാരിച്ച് ഞാൻ വല്ല പ്രൈവറ്റിൽ പോയിട്ട് സീറ്റ് എടുക്കാൻ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. എൻ്റെ കസിൻസിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയണതാണ്. കാരണം കൗൺസിലിങ്ങിന് അത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് ലാസ്റ്റ് ആ ഒരു ടൈമിലാണ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും കോളേജിൽ കോഴ്സിന് കയറാൻ നോക്കുമ്പോൾ അവിടെയൊക്കെ ഫില്ലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഓപ്ഷനായിട്ട് ഇതിൽ തന്നെ ആയുഷോ അല്ലെങ്കിൽ VCI അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. BDS ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഓപ്ഷൻ വെക്കുക. ഓക്കെ, അതാണ് മൂന്നാമത്തെ കാര്യം. നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണമെന്ന് ചോയ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഓൾറെഡി ഒരു ഡിസിഷൻ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇവിടെ നാലാമത്തെ കാര്യം പറയുന്നത് ബഡ്ജറ്റ് എത്ര വരെ പോകാമെന്നാണ്. അതിപ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ കോഴ്സ് ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ അത്ര ഫീ, തമിഴ്നാടൊക്കെ നോക്കുകയാണെങ്കിൽ 18,000 ഒക്കെയാണ് ഗവൺമെൻറ് ഫീ വരുന്നത്. അങ്ങനെ അത്രയും ഫീ ഒക്കെ വരുള്ളൂ. ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആണ്. പക്ഷേ നിങ്ങൾ പ്രൈവറ്റ് ഒക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എല്ലാവരും കൂടി ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കുക, ഞാൻ പ്രൈവറ്റ് നോക്കണോ ഡീംഡ് നോക്കണോ. കാരണം ഫീസ് മാത്രമല്ല, നിങ്ങളുടെ ട്യൂഷൻ ഫീ മാത്രമല്ല ഒരു പ്രൈവറ്റിൻ്റെ ഫീ എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ ഹോസ്റ്റൽ വരുന്നുണ്ട്, നിങ്ങളുടെ ബാക്കി ബുക്സ്, ട്രാവൽ, മറ്റ് ഇയർലി എക്സ്പെൻസ്, നിങ്ങളുടെ യൂണിഫോം, വേറെ ലാബ്, ലൈബ്രറി, അങ്ങനെ കുറേ ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാരൻസിന് ആ ഒരു ഇൻകം അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ഓപ്ഷൻസിൽ എന്ത് കൊടുക്കുക, പ്രൈവറ്റ് കോളേജസും അതിന് ശേഷം ഡീംഡൊക്കെ കൊടുക്കുക. എല്ലാത്തവരും പരമാവധി അഫോർഡ് ചെയ്യാൻ കഴിയാത്ത കോളേജാണെങ്കിൽ നിങ്ങൾ പരമാവധി കൊടുക്കണ്ട, സെൽഫ് ഫിനാൻസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, എല്ലാത്തവരാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവരാണ് ഫാമിലിയായിട്ട് സംസാരിക്കുക, എന്ത് പാരൻസിനോട് ചോദിക്കുക, എനിക്കിങ്ങനെ പ്രൈവറ്റ് ചേരാൻ ഇത് പറ്റുമോ, അവരോട് ചോദിക്കുക. കാരണം അവരല്ലേ നമുക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അപ്പോൾ ഒരു തീരുമാനം എടുക്കുക, ബഡ്ജറ്റ് എത്ര വരെ പോകാമെന്നൊരു തീരുമാനം എടുത്തിട്ട് എന്നിട്ട് ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ, ഒരു കോളേജ് സീറ്റ് കിട്ടിയാൽ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടോന്ന്. അപ്പോൾ സീറ്റ് കിട്ടിയുണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കരുത് എന്ത്, എനിക്ക് കോളേജിൽ സീറ്റ് കിട്ടി, ഞാൻ നേരെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രീസ് ചെയ്താലാണ് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യം. ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീറ്റ് കിട്ടിയ ഉടനെ എന്ത് ചെയ്ത് തീരുമാനിക്കരുത്. ആദ്യം എന്ത് ചെയ്യുക, അലോട്ടഡ് കോളേജ്, നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നോക്കുക, ഏത് കോഴ്സിനാണ് കിട്ടി നോക്കുക. ചിലപ്പോൾ MBBSനും BDSനും നിങ്ങളെ കോളേജിൽ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ BDSനും കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അത് MBBSനകത്ത് ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുക്കും. അപ്പോൾ കോഴ്സ് ചെയ്താൽ ശ്രദ്ധിക്കുക, അവിടുത്തെ ഫീസ് എത്രയാണ് വരുന്നത്, ലൊക്കേഷൻ നോക്കുക, നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്ത്. ഇപ്പോൾ ചിലവർക്കുണ്ട് എന്താ പറയുക, വീടിൻ്റെ എത്ര ഡിസ്റ്റൻസിൽ നിന്ന് മതി, അങ്ങനെ കുറേ ആൾക്കാരുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ നോക്കുക, ബാക്കി കോളേജിൻ്റെ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടേ തീരുമാനിക്കുക. അപ്പോൾ കുറേ ആൾക്കാർക്കുണ്ട് ഇത് ഏകദേശം ഞാൻ ഒരു 6ാമത് കൊടുത്ത ഓപ്ഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഇനി എനിക്ക് അതിൻ്റെ മുകളിലേക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 6ാമത് കിട്ടിയ ഓപ്ഷനായിട്ട് മുന്നോട്ട് പോകണോ, അതോ അവിടെ ഡയറക്റ്റ് പോയി റിപ്പോർട്ട് ചെയ്യണം, കുറേ ഡൗട്ട്സ് ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കുക അടുത്ത റൗണ്ടിൽ, എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഫ്ലോട്ട് കൊടുത്ത് നിങ്ങൾ അടുത്ത റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇനി നിങ്ങൾ 4ാമത് കൊടുത്ത ഓപ്ഷൻ കിട്ടുമോ നോക്കുക. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ ആ ഒരു സീറ്റ് മിസ് ചെയ്യാതിരിക്കാൻ പരമാവധി നോക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം കിട്ടി, പക്ഷേ ആ കുട്ടിക്ക് താല്പര്യം കോഴിക്കോട്, ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം, ആകെ കൺഫ്യൂഷനില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയക്ക് കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ വീണ്ടും എന്താ പറയുക, നിങ്ങൾ ഓൾറെഡി ചെയ്ത ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പോകും. ഓക്കെ, അപ്പോൾ അത് പരമാവധി നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു കോളേജ് കിട്ടിയാൽ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത 6ാമത് സീറ്റ് അക്സെപ്റ്റ് ചെയ്ത് അപ്ഗ്രേഡിന് പോകണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫ്രീസിങ്ങും ഫ്ലോട്ടിങ്ങും ഒക്കെ പറഞ്ഞ് ഫ്ലോട്ട് ചെയ്താൽ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളേജിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കുക, ബാക്കി ഫീസ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ ചേരുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചേർന്നിട്ട് ഫ്ലോട്ട് കൊടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അതിന് മുകളിലേക്കുള്ളൊരു ഓപ്ഷൻ കിട്ടണം എന്നൊരു ഉറപ്പ് വേണം. അപ്പോൾ പ്രീവിയസ് ഇയർ ട്രെൻഡ്സൊക്കെ നോക്കുക, ഏകദേശം ഇങ്ങനെയൊക്കെയാണോ വരുന്നതെന്ന് നോക്കിയിട്ട് എന്താ പറയുക, കോളേജിന് അപ്ഗ്രേഡോ ഫ്രീസിങ്ങോ ഫ്ലോട്ടിങ്ങോ കൊടുക്കുക. ഓക്കെ, ഇനി അതല്ല, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോട്ടയം, ആ കുട്ടിക്ക് ഫ്രീസ് ചെയ്താൽ ആ കുട്ടിക്ക് ഒരു കോളേജ് കിട്ടും, പക്ഷേ ആ കുട്ടി ഫ്ലോട്ട് ചെയ്ത്, പക്ഷേ ആ കുട്ടിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ വേറെ കോളേജാണ് കിട്ടിയത്. അത് ലക്കിനനുസരിച്ചിട്ടാണ്, അതിനും താഴെയുള്ള കോളേജാണ് ചിലപ്പോൾ ആ കുട്ടിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ പരമാവധി ഡിസിഷൻസ് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്താ പറയുക, ഒന്നെങ്കിൽ ഫ്രീസ് ചെയ്യാന്നുണ്ട് ഉറപ്പിച്ചിട്ട് ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാൻ നോക്കിയിട്ട് കറക്റ്റ് ഫ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത 7ാമത് പറയുകയാണെങ്കിൽ ബെറ്റർ സീറ്റ് പ്രതീക്ഷിച്ച് നിലവിലെ സീറ്റ് വിടണം. ഇതൊക്കെയാണ് ഇപ്പോൾ നേരത്തെ ഞാൻ 5, 6, 7 ആയിട്ട് കറക്റ്റ് പറഞ്ഞു വരുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് എടുക്കേണ്ട ഒരു ഡിസിഷനാണിത്. കാരണം അടുത്ത റൗണ്ടിൽ ഉറപ്പായിട്ടൊരു ബെറ്റർ കോളേജ് കിട്ടുമെന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് എന്താ പറയുക വേണം.
ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അടുത്തതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. കാരണം ഈ ഒരു സീറ്റ് നിങ്ങൾ എന്താ പറയുക റിജക്റ്റ് ആക്കിയിട്ട് അടുത്ത അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടുന്നൊരു കോൺഫിഡൻസ് കയ്യിൽ വേണം. പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പറയുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ കോട്ടയം കിട്ടിയ കുട്ടിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഇടുക്കിയാവും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ആ കുട്ടിക്ക് എന്താ പറയുക കുട്ടിയുടെ ഒരു ബെറ്റർ ഓപ്ഷൻ അതിന് നല്ലത് കോട്ടയം എന്നാവും ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവില്ല. കുട്ടിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ കോട്ടയം ചിലപ്പോൾ മോളിൽ ഉണ്ടാവുക. പക്ഷേ കുട്ടിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ആയിട്ട് എവിടെ കിട്ടി? ഇടുക്കി കിട്ടി. പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ, ഇടുക്കി പോയി ചേരണം. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ലതിൽ ശ്രദ്ധിച്ചൊരു ഡിസിഷൻ എടുക്കുക. കാരണം എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുള്ള ഓപ്ഷനായിട്ട് മുന്നോട്ട് പോകണം. അതല്ല നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്ത് ഫ്ലോട്ട് കൊടുത്ത് പക്ഷേ തേർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ഒന്നും വന്നില്ല എന്ന് വെച്ചാൽ തേർഡിൽ എവിടെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓൾറെഡി സെക്കൻഡിൽ പോകുക. പക്ഷേ തേർഡിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് വന്ന് ഇടുക്കി കിട്ടിയാൽ ഇടുക്കി പോയി ചേരണം. നിങ്ങളുടെ കോട്ടയം എന്നുള്ള ഓപ്ഷൻ പോയി. അപ്പോൾ അതൊക്കെ ബെറ്റർ സീറ്റ് പ്രതീക്ഷിച്ച് എന്ത് ചെയ്യുക നിലവിലെ സീറ്റ് വിടണം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ ഏകദേശം നിങ്ങൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിട്ടാൽ അതിന് മുകളിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് സെക്കൻഡിൽ കോട്ടയം കിട്ടി, തേർഡിൽ ചിലപ്പോൾ കുട്ടിക്ക് കോഴിക്കോട് കിട്ടുന്നുണ്ടാവും. അതൊക്കെ ലെക്ക് വെച്ചിട്ട് അപ്പോൾ അത് ഏകദേശം നോക്കുക. ഏകദേശം അലോട്ട്മെൻറ്റ് ലാസ്റ്റ് കയറിയ റാങ്കും ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രീസ് ചെയ്യണോ ഫ്ലോട്ട് ചെയ്യണമെന്നുള്ള ഡിസ്റ്റൻസ് ഏകദേശം അലോട്ട്മെൻറ്റൊക്കെ വന്നാൽ നമുക്ക് അറിയാം ലാസ്റ്റ് ഇന്ന കോളേജിൽ ഏത് റാങ്കാണ് കയറി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തീരുമാനിക്കുക. ഓക്കെ. അടുത്ത 8ാമത് പറയുമ്പോൾ പ്രൈവറ്റ് കോളേജ് ഓപ്ഷൻ എപ്പോൾ കൺസിഡർ ചെയ്യണമെന്ന്. ഇത് എന്താ വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് സീറ്റ് മാത്രം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് എല്ലാ റൗണ്ട്സും കഴിഞ്ഞ് ലാസ്റ്റ് പാനിക്കാവരുത്. നിങ്ങൾക്ക് പ്രൈവറ്റത്തെ ഫീസ് എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ പ്രൈവറ്റ് കൊടുത്തിടുക. ഫസ്റ്റേ കൊടുത്തിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾ പ്രൈവറ്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീഡ് അണ്ടറിലെ കാര്യം പറയുന്നത് സെൽഫ് ഫിനാൻസ് ഫസ്റ്റേ കൊടുത്തിട്ടരുത്. പരമാവധി ഗവൺമെൻറ് തന്നെ ഫസ്റ്റ് ഫുള്ള് കൊടുത്തിട്ട് സെൽഫ് ഫിനാൻസിന് പോകാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ ലാസ്റ്റേക്ക് എന്ത് ചെയ്യുക സെൽഫ് ഫിനാൻസ് കൊടുക്കുക. അല്ലാതെ സെൽഫ് ഫിനാൻസേ ഫസ്റ്റ് കൊടുക്കണ്ട. ബിക്കോസ് നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിലോ അപ്പോൾ സെൽഫ് ഫിനാൻസ് അടിക്ക് കൊടുക്കുക. ഇനി പ്രൈവറ്റ് കോളേജ് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ ചോയ്സ് ലിസ്റ്റിൽ എന്ത് ചെയ്യേണ്ട സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആഡ് ചെയ്യേണ്ട. ഓക്കെ. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ 9ാമത് നെക്സ്റ്റ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടി ആ സീറ്റിൽ നിങ്ങൾ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് ആവണം. കാരണം നിങ്ങളൊരു 5.5 ഇയേഴ്സ് പഠിക്കേണ്ട കോളേജാണ്, പഠിക്കേണ്ട കോഴ്സാണ്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുക. ഇനി നിങ്ങൾക്ക് ബെറ്റർ സീറ്റ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാം നോക്കണം. കാരണം നിങ്ങൾ ഏകദേശം 5.5 ഇയേഴ്സ് ആ ഒരു കോളേജിൽ പഠിക്കേണ്ടതാണ്, ആ കോഴ്സ് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും അക്കാഡമിക്സും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത റൗണ്ടിൽ അതാ പറഞ്ഞത് ഇതിൽ മിക്കതും എന്താ പറയുക നിങ്ങളെടുക്കേണ്ട ഡിസ്റ്റൻസാണ് പല കാര്യങ്ങളും. കാരണം സീറ്റ് കിട്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് ഒന്നെങ്കിൽ അത് ഫ്രീസ് ചെയ്യുക ഫ്ലോട്ട് ചെയ്യാമെന്ന്. ഓക്കെ. ഫ്രീസ് ചെയ്താൽ നിങ്ങൾ അവിടെ ചേർന്ന് ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത റൗണ്ട് കഴിഞ്ഞപ്പോൾ അടുത്ത റൗണ്ടിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷേ അടുത്ത റൗണ്ടിൽ നിങ്ങളെക്കാട്ടും താഴെ സ്കോറില്ലവർ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ കയറി. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരും ഓ അടുത്തതിൽ ചേർന്നാൽ മതി, അടുത്ത റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക രണ്ട് ഇതിലുള്ള ഒരു മൈൻഡ് വരരുത്. എന്താ വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ഡിസിഷൻ എടുത്ത് വെക്കുക. ഇവിടെ കിട്ടിയാൽ ഞാൻ പോകും അങ്ങനെ ഒരു മൈൻഡ് സെറ്റാക്കി വെക്കുക. എല്ലാ ഡിസിഷൻസും നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ. അടുത്ത 10ാമതാണെങ്കിൽ ഫൈനൽ ബാക്കപ്പ് പ്ലാൻ എന്തായിരിക്കണം. ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഒരു ഫൈനൽ ബാക്കപ്പ് വെക്കുക. കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കൗൺസിലിംഗ് പരമാവധി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ബാക്കപ്പ് പ്ലാൻ എന്തായാലും ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, ബഡ്ജറ്റ്, അടുത്ത അക്കാഡമിക് ഇയർ പ്ലാൻ എന്നിവ മുൻകൂട്ടി ചിന്തിക്കണം. ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു പ്രഷർ കാണുമ്പോൾ ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെ കിട്ടി പെട്ടെന്ന് ആയുർവേദക്ക് കിട്ടി. അപ്പോൾ കുട്ടി വിചാരിക്കണം എന്തായാലും കിട്ടിയില്ല ഇനി ഇവിടെ പോയി കയറാം. അങ്ങനെ കയറില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ കോഴ്സിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ വരുന്ന 5.5 ഇയേഴ്സാണ്. നിങ്ങളത് പഠിച്ച് തീർക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ളൊരു കാര്യമാണിത്. അപ്പോൾ പരമാവധി എല്ലാ കാര്യങ്ങളും നോക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ എന്തായാലും വെക്കാം. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് നീറ്റ് സ്കോർ ഒരു ബോർഡറിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ വെക്കുക. കാരണം ഒന്നുമില്ലെങ്കിൽ അതീക്ക് എന്നുള്ളൊരു സാധനം വെക്കാനാണ്. കാരണം അത് അറിയാതെ പരമാവധി ഞാൻ വീണ്ടും പറയുന്നത് പരമാവധി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നീറ്റ് കൗൺസിലിംഗ് എന്നത് ഒരു സീറ്റ് കിട്ടുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല. ഓരോ സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കണം. അതേപോലെ അതുകൊണ്ട് മറ്റുള്ളവരുടെ വേറൊരാളുടെ ഡിസിഷൻസ് എന്ത് ചെയ്യരുത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത്. വേറൊരാൾ പെട്ടെന്ന് നിങ്ങൾ MBBS എന്താ പറയുക അലോട്ട്മെൻറ്റ് കൊടുത്തൊരു കുട്ടീനോട് വേറൊരാൾ പെട്ടെന്ന് പറയുക BDS എടുത്തോ BDS നല്ലതാണ് അത് വിചാരിച്ച് നിങ്ങൾ BDS എടുക്കരുത്. നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ ബഡ്ജറ്റ്, കോഴ്സ് പ്രിഫറൻസ്, ഫ്യൂച്ചർ പ്ലാൻ എന്നിവ മാത്രം നോക്കി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഡിസിഷൻസ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ഒരു ഐഡിയ. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു കോഴ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ലാസ്റ്റായിട്ട് ഞാൻ പറയുക കോഴ്സ് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് പ്രൈവറ്റ് അഫോർഡ് ആവുകയാണെങ്കിൽ പ്രൈവറ്റിനുള്ള കറക്റ്റ് നോക്കുക. ബാക്കി എന്താ പറയുക റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ കാറ്റഗറി, ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നാൽ ഏകദേശം ലാസ്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച ഡ്രീം കോളേജിൽ എത്ര സ്കോർ വരെയാണ് കയറിയിരിക്കണം അത്ര കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫർദർ അലോട്ട്മെൻറ്റ്സിൽ എന്ത് ചെയ്യുക ഫ്രീസോ ഫ്ലോട്ടോ കൊടുക്കുക. അപ്പോൾ മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, താങ്ക്